അതിമനോഹരമായ ഈ ഒരു വെള്ളച്ചാട്ടം കാണാനാണ് ഇന്നത്തെ യാത്ര. കോഴിക്കോട് ജില്ലയിലെ പൂനൂരിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. ഓരോ യാത്രയിലും ആ നാട്ടിനടുത്തുള്ള ഏറ്റവും നല്ല ഫുഡാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞിപ്പത്തലാണ് തലശ്ശേരി സ്റ്റൈലുള്ള നമ്മുടെ കൊച്ചിക്കോയൊക്കെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പുഴയോരം തട്ടുകടയിലാണ്. അതും നമ്മുടെ പൂനൂർ പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു കടയാണ്. അപ്പോൾ ഈ വഴിക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കട്ടിപ്പാറ എന്നൊരു കൊച്ചു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലുള്ള ഒരുപാട് കാഴ്ചകളും പോകുന്ന വഴികളും ഒക്കെ അതിമനോഹരമാണ്. നമുക്ക് പൂനൂരിൽ നിന്ന് കോളിക്കൽ വഴിയും കട്ടിപ്പാറ എത്താം. അതേപോലെ താമരശ്ശേരി ചമല് വഴിയും കട്ടിപ്പാറ എന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ. പൂനൂരിൽ നിന്നും പോകുമ്പോൾ നമ്മൾ എത്തുന്ന നാലും കൂടിയ ജംഗ്ഷനാണ് കട്ടിപ്പാറ. കട്ടിപ്പാറയിൽ നിന്ന് അവിടുന്ന് നേരെ തന്നെ ചെറിയ റോഡിന് കയറിയിട്ട് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരുന്ന ഒരു സ്ഥലമാണ് മൂത്തൂറ്റിയിലേക്കുള്ള പാത. അവിടെ നിന്ന് 1.5-2 കിലോമീറ്റർ നമ്മൾ നേരെ കുത്തനെ വണ്ടി അങ്ങ് കയറിയിട്ട് നമ്മളൊരു മസ്ജിദിൻ്റെ അടുത്തെത്തും. മസ്ജിദിൻ്റെ അടുത്തുനിന്ന് നേരെ തന്നെ ടാറിട്ട റോഡിന് ഒരു 200 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്തിട്ട് നമ്മളൊരു 10 മിനിറ്റ് നടക്കേണ്ടതുണ്ട്. നടക്കുന്നതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഒരു ക്രോസിംഗ് ആണ്. മുകളിൽ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ ഈ ക്രോസിംഗ് അസാധ്യമാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സ്ഥലം കൂടിയാണ്. ഈ ക്രോസിങ്ങിന് ശേഷം കുറച്ച് ടാസ്കുകളുണ്ട്. ആ ടാസ്കുകളൊക്കെ കവർ ചെയ്തിട്ട് വേണം നമ്മുടെ മനോഹരമായ വെള്ളച്ചാട്ടത്തിലെത്താൻ. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ജനങ്ങൾ എന്ത് പറയുന്നോ അത് തീർച്ചയായും നിങ്ങൾ അനുസരിക്കണം. കാരണം വെള്ളം കൂടുതലാണെങ്കിൽ അങ്ങോട്ട് പോകാൻ പാടില്ല. ചിലപ്പോൾ ചോദിക്കാനും പറയാനും ചിലപ്പോൾ ആളുകളും ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് പോകുന്ന വഴികളിൽ പല സാധനങ്ങളും ഉണ്ടാവും. അതൊന്നും അവിടെ നിന്ന് എടുക്കാതിരിക്കുക. ഇതിൻ്റെ മുമ്പ് അങ്ങനെ എടുത്ത കുറേ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് ഈ ഒരു പാത ആ ഒരു ഓണേഴ്സ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്കത് ഓപ്പണാണ്. നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല വൈതലും ഉണ്ടാവും. അതേപോലെ ചില സമയങ്ങളിൽ അട്ടയുടെ ഭീഷണിയുണ്ട്. അതിനുള്ള മുൻകരുതലുകൾ എടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുള്ള ഒരു ഏരിയയും കൂടിയാണ്. മുകളിൽ മലയിൽ എവിടെ മഴ പെയ്ത് കഴിഞ്ഞാലും പെട്ടെന്നായിരിക്കും വെള്ളം കൂടുകയും അതേപോലെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക. അപ്പോൾ വെള്ളത്തിൻ്റെ നിറമൊക്കെ മാറുകയാണെങ്കിൽ കലങ്ങി വരികയാണെങ്കിൽ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങരുത്. ഇനി വെള്ളം കൂടുതലുള്ള സമയത്തും വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളെ സേഫ്റ്റി നമ്മളെ നോക്കാനുണ്ടാവും. അവിടെ ചിലപ്പോൾ ആരും പറയാനും കേൾക്കാനും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ ആയിരുന്നു മല കയറിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 10 മണിയായപ്പോഴേക്ക് നമുക്ക് കട്ടിപ്പാറയ്ക്ക് തന്നെ തിരിച്ചിറങ്ങാനും പറ്റി. ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്ന ഞങ്ങളെ കപ്പയും അതേപോലെ ബീഫും പിന്നെ പൊറാട്ടയും പിന്നെ മീൻകറിയും. അത് നല്ല ടേസ്റ്റായിട്ട് നമ്മളെ വെളിച്ചെണ്ണൻ്റെ ശരിക്കും ആ ഒരു സ്മെല്ലും ആ സാധനമൊക്കെ കിട്ടുന്ന ഒരു കിടിലൻ ബീഫായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് തയ്യാർ ചെയ്ത് തരുന്ന അവിടുത്തെ മലയോര കർഷകനും വെളിച്ചെണ്ണ ഉൽപ്പാദനവുമായ ഷാജിയേട്ടനാണ്. അവരുടെ നമ്പർ ഞാനിതിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ഫുഡ് ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടൂ. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത്. ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കുക.